ിക്കുന്ന പരീക്ഷണ വസ്തുവാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് സ്വർഗം വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കാണിച്ചിട്ട് സ്വഹാബി വനിതകളോട് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് പറയുമ്പോ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, പെണ്ണേ, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത്? നിനക്ക് സ്വർഗം കിട്ടാൻ എന്ത് സൽക്കർമ്മമാണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയുവോ? രാവിലെ എന്റെ ഭർത്താവ് വിറക് വെട്ടുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിറക് വെട്ടുകാരനാണ്. ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണ് പറയുമായിരുന്നു, ഇക്കാ വൈകുന്നേര സമയം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാമായ പൈസ കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, പറ്റിച്ച പണം കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, ലോട്ടറി എടുത്തതുമായി കടന്നു വരരുത്. അല്ലാഹുവേ, ഹറാമായ ഒന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ എന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂൾ തുറന്നിരിക്കുകയാണ്. ഏറ്റവും നല്ലതുപോലെ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് മക്കളെ കൊണ്ട് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ ഉമ്മയും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ നിസ്കരിക്കണമെന്നല്ല, മോനെ ഖുർആൻ ഓതണമെന്നല്ല. ആ മക്കളോട്, പിഞ്ചു മക്കളോട് വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കുകയാ, മോനെ നല്ലതുപോലെ പഠിക്കണമടാ, ഫസ്റ്റ് ക്ലാസ് വാങ്ങണമടാ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങേണ്ടത് നീയാണ്. എന്റെ പൊന്നുമോൻ നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ നല്ല പണം കിട്ടൂ, നല്ല പണമുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് 10 വയസ്സുള്ള പൊന്നുമോരാടാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കറിയുമോ, മലക്കുകൾ സ്നേഹിച്ചിരുന്ന അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ സ്വഹാബിയെ പോലെയാകണം ബാപ്പാ. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചു, എല്ലാവരെയും വിളിച്ചടുത്തിരുത്തി. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് ചോദിക്കുകയാ, വാപ്പാനെ വെറുപ്പാണോ? എന്റെ മക്കൾക്ക് വാപ്പാനോട് ദേഷ്യമാണോ? വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല മക്കള്. കാരണം അല്ലാഹുവാണ് ഒന്നും കരുതി വെക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കയ്യിൽ കിട്ടിയതല്ല പാവങ്ങൾക്ക് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? വാപ്പ ഇന്ന് മരിച്ചു പോയാൽ കഫൻ തുണി വാങ്ങാനുള്ള 1 രൂപ പോലും എന്റെ കയ്യിലില്ല മക്കളെ. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ പിഞ്ചു മക്കളോട് മരണസമയത്തൊരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ മരിച്ചു പോയാൽ അതാ വാപ്പാനെ അവസാനമായിട്ട് പുതിയ തുണി വാങ്ങാൻ 1 രൂപ എന്റെ കയ്യിലുമില്ല, എടുക്കാൻ ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തുമില്ല. വാപ്പയുടെ അവസ്ഥ ഇതാണ്, വാപ്പയുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് വാപ്പ മരിച്ചു പോയാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണേ, എന്നിട്ട് കൊണ്ടുപോയി വഴിയിൽ വെക്കണം. എന്റെ ജനാസ കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ വെക്കണം. എന്നിട്ട് ഉംറ കഴിഞ്ഞു മടങ്ങി വരുന്ന ആരെയെങ്കിലും കണ്ടാൽ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ,
കബതിഞ്ഞു വരുന്ന ആൾക്കാരെ കണ്ട എന്റെ കുഞ്ഞുമക്കള് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, കഫൻ തുണി വാങ്ങാൻ പൈസയില്ല, പുതിയ നല്ല ഒരു തുണിയുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് നിങ്ങളുടെ വാപ്പാനെ ഒന്ന് കബതിഞ്ഞിട്ട് കബറടക്കണേ എന്ന് പറയണേ മക്കളെ. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, അബൂദർ ഗിഫാരി എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, തന്റെ പൊന്നാര മക്കളോട് ഉപദേശിച്ച വസിയത്താ അവിടുന്ന് മരണപ്പെട്ടു. വാപ്പ പറഞ്ഞതുപോലെ മക്കളെല്ലാവരും കൂടെ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, ആരെങ്കിലും വരുന്നോ തമ്പുരാന്, ഉംറ കഴിഞ്ഞ് ആരെങ്കിലും വരുന്നോ തമ്പുരാന്. തന്റെ പിതാവിന്റെ ജനാസയും വെച്ച് മക്കള് കാത്തിരിക്കുമ്പോ ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ, ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാ? മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അവരാണ് നേതാവ്. അവിടെ നിന്ന് കടന്നു വരുമ്പോ മക്കള് പറയുന്നു, തങ്ങളെ ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ, കഫൻ തുണിയില്ല തങ്ങള്, വാങ്ങാൻ പൈസയില്ല തങ്ങള്, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാര് ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ? സൽമാൻ തങ്ങൾക്ക് അത്ഭുതമായി, ആരാ പടച്ചവര്, കഫൻ തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഈ പാവപ്പെട്ട സ്വഹാബി ആരാണ്? മുഖത്ത് നിന്ന് തുണി മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂദർ ഗിഫാരി അതാ സൽമാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അവിടുന്ന് ജനാസ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു, അവിടുന്ന് മയ്യത്ത് നമസ്കരിച്ചു, അവിടുന്ന് കബറടക്കിയെന്ന് ചരിത്രം പറയുമ്പോ മലക്കുകളെ സ്നേഹിക്കണോ? മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകണോ? സഹോദരാ, ഈ ദുനിയാവിനെ വലിച്ചെറി, ഈ ദുനിയാവിനോടുള്ള ആർത്തി വലിച്ചെറി, പണത്തിനോടുള്ള മോഹങ്ങളാ, അധികാരങ്ങളോടുള്ള മോഹങ്ങളാ, ഈ ദുനിയാവിനെ നീ അങ്ങ് വെറുക്ക്, ഈ ദുനിയാവിനെ നീ അങ്ങ് വെറുക്ക്. ആഖിറത്തിനെ സ്നേഹിച്ചാൽ മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പിഞ്ചുമക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് പറയാ, മോനെ, പാപ്പച്ചിയുടെ കയ്യിൽ ഒന്നുമില്ല, പ്രാപുകയോ ശപിക്കുകയോ എന്നെ ദേഷ്യം വെക്കോ ഒന്നും ചെയ്യരുത്. ഉപ്പ കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും തീർത്തതല്ല, ഉള്ളതൊക്കെ പാപങ്ങൾക്ക് കൊടുത്തു. വാപ്പ ഇന്നും മരിച്ച കഫൻ തുണി വാങ്ങാൻ 1 രൂപ ഇല്ലടാ മോനെ. ഒരു പിതാവ് പറഞ്ഞെടുക്ക, മരിച്ചുപോയ കഫൻ തുണി വാങ്ങാൻ ഒരു പൈസയുമില്ല, എടുക്കാൻ ഒരു പുതിയ വസ്ത്രവുമില്ല. അതുകൊണ്ട് വാപ്പ മരിച്ച മയ്യത്ത് കൊണ്ടുപോയി റോഡി വെക്കണം, വഴി വെക്കണം. നാട്ടുകാർ നടന്നു പോകുന്ന വഴിയിൽ ഉംറ കഴിഞ്ഞു വരുന്ന ആരെങ്കിലും കണ്ടാ പറയണം, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയ, കഫൻ തുണി ഇല്ല, ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഖബറടക്കാൻ പൊതിഞ്ഞിട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ജീവിച്ചത് കൊണ്ട് ആ സ്വഹാബിയെ മലക്കുകൾ സ്നേഹിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊണ്ട് ഈ ദുനിയാവ് ഒരുപാട് പേരെ പിഴപ്പിച്ചതാ, ഒരുപാട് പേരെ പറ്റിച്ചു കളഞ്ഞത് ഈ ദുനിയാവ. അതുകൊണ്ട് ഇതിനെ വെറുക്ക്, ആഖിറത്തിനെ സ്നേഹിക്ക്, മലക്കുകളെ സ്നേഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 നിർത്താറായോ? അപ്പോ മലക്കുകളെ സ്നേഹിക്കണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? എന്തിനെ വെറുക്കണം? ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് എടുത്തേപ്പ, ദുനിയ പണത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, ആഖിറത്തിനെയാണോ നോക്കട്ടെ. ഇപ്പൊ അറിയാം പണമാണോ വലുത്, ആഖിറമാണോ വലുത്, സ്വർഗമാണോ വലുത്?
മലക്കുകൾ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതി ഞങ്ങളുടെ മുന്നിലേക്ക് വരും. ആ കാണുന്ന മദ്രസ ഉണ്ടോ, ആ പെണ്ണുങ്ങൾ ഇരിക്കണത്, ഇപ്പൊ അവിടെ പഠിക്കണത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നല്ലൊരു മദ്രസ പണിയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവെ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് ഈ ബക്കറ്റിന്റെ അകത്തിട്ട ആ തലയുടെ മുകളിൽ നിൽക്കണ മലക്ക് പറയും, ഇവൻ നല്ലവനാ അല്ലാ, പണക്കാരനൊന്നുമല്ല, എങ്കിലും നീ കൊടുത്തതിൽ നിന്ന് ഇവനും കൊടുത്തു റബ്ബേ, നീ ഇവന് വാരിക്കൂരി കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പോക്കറ്റിൽ വെച്ചിട്ട് നീ കൈകെട്ടിയിരുന്ന ജീവിതകാലം മുഴുവനും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറയാത്ത നാവ് കൊണ്ട് ആ മലക്ക് പറയും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ അല്ലാ നീ കൊടുക്കുന്നതും അങ്ങ് പിടിച്ചു വെക്കണേ, വെറുതെ ശാപം വാങ്ങി വെക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക, ഓസിനൊന്നും വേണ്ട, ഓസിനൊന്നും വേണ്ട. അസ്സദക്ക തുറദ്ദുൽ ബലാ, നേട്ടം നമുക്ക്, നേട്ടം നമുക്ക്. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു, ഉസ്താദേ എന്റെ സമ്പാദ്യം മുഴുവനും തരാം, ഇതൊന്ന് മാറ്റി തരുവോ, മാറുവോ? കിഡ്നി അടിച്ചുപോയി, കിഡ്നി അടിച്ചുപോയി. എന്റെ പ്രിയമുള്ളവരെ, മാറ്റിവെക്കണമെങ്കിൽ 20 മുതൽ 35 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. എവിടെ ഉണ്ട് നിന്റെ കയ്യിൽ? അതുകൊണ്ട് സംഘാടകർ മണ്ണിലേക്ക് വരുന്നു, നല്ല കാര്യത്തിന് വേണ്ടിയാണ്. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹുവേ, ഈ സദക്ക കൊടുത്ത് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബി അവിടുന്ന് ഒന്നാമതായി പറയുകയാണ്, ഈ ദുനിയാവിനെ സ്നേഹിക്കുക, ഈ ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ സ്നേഹിക്കുന്നവനുണ്ടല്ലോ, അവനെ മലക്കുകളും സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. മുത്തുനബി അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു സംഭവം പറയുകയാണ്. ഒരിക്കൽ പ്രവാചകന് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ആരാ തമ്പുരാന്, ആരാ തമ്പുരാന്, എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നതാരാണ് തമ്പുരാന്? അതാ മലക്കുകൾ പറയുന്നു, നബിയേ സയ്യിദുനാ ബിലാൽ, അത് ബിലാലാണ് തങ്ങള്, അത് ബിലാലാണ് തങ്ങള്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. ബിലാലാണോ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് സ്വഹാബത്തിനോട് പറയുമ്പോ, അതാ ബിലാൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നു, ബിലാലേ, സ്വർഗത്തിൽ എന്റെ മുന്നിൽ ഞാൻ നിന്നെ കണ്ട് ബിലാലേ, എന്റെ മുന്നിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു ബിലാലേ, മലക്കുകൾക്ക് എല്ലാവർക്കും നിന്നെ പരിചയമാണ് ബിലാലേ, എന്ത് നല്ല കാര്യമാണ് നീ ചെയ്യുന്നത്? ബിലാൽ തങ്ങൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എനിക്കൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. എന്താണെന്നറിയുമോ? ബിലാൽ തങ്ങൾ എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കാറ്. എപ്പോഴും മുതുവോടുകൂടി നടക്കുന്ന മനുഷ്യനെ, ശുദ്ധിയോടുകൂടി നടക്കുന്ന മനുഷ്യനെ മലക്ക് സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്. മുതുപെടുത്തിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ 24 മണിക്കൂറും മുതുപെടുത്ത് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിസ്കരിക്കുന്നതിന് വേണ്ടി ഒതുവെടുക്കുമ്പോഴെങ്കിലും ഒന്ന് നേരെ എടുക്കണേ മനുഷ്യ. മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം എപ്പോഴും ഒതുവോട് കൂടി നടക്കും. ഞാൻ നിങ്ങളോട് നിങ്ങൾ എപ്പോഴും ഒതുവെടുത്ത് നടക്കണമെന്ന് ഞാൻ പറയൂല. എടുക്കുന്ന സമയത്തെങ്കിലും നേരെ എടുത്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പാ നിങ്ങൾ നോക്കിയ, നാളെ സുബഹിക്ക്, നാളെ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ ആ ഹൗദിന്റെ കരയിൽ ഒന്ന് നിന്ന പല മോഡലിലുള്ള ഒതുവെടുപ്പ് കാണും.
ഏത് മദ്ഹബാണെന്ന് ചോദിക്കരുത്, അങ്ങനത്തെ ഉളുവെടുപ്പ. ചെറുപ്പക്കാരൊക്കെ ഓടി ഇങ്ങോട്ട് വരും, ഓന് പിന്നെ കഴുകാനൊന്നും സമയമില്ല. കൈ മുട്ടുവരെ കഴുകണം, ഒരല്പം കൂടെ മുട്ടുൾപ്പെടെ കഴുകണം, ഒരല്പം കൂടെ കയറ്റി കഴുകണം. ഇങ്ങനെ വെള്ളം കോരിയിട്ട് കൈ മുട്ടുൾപ്പെടെ കഴുകണമെന്നാ. ചെറുപ്പക്കാർ പിന്നെ കഴുകാൻ സമയത്ത് ഓടി ഇങ്ങോട്ട് വരും. ഹൗദിന്റെ അകത്തേക്ക് 3 മുക്കല കൈയിട്ട് ഇങ്ങനെ 3 മുക്കലങ്ങ് മുക്കും. അവന് കഴുകാനൊന്നും സമയമില്ല. ഈ തലയൊക്കെ തടകണ്ട പെയിന്റ് അടിക്കണവന് ഇങ്ങനെ ഇങ്ങനെ. എന്താടാ കൈ മുകളിലേക്ക് കയറൂല്ലേ നിനക്ക്? ഇനിയിപ്പോ ഹൗദിന്റെ അകത്ത് ചാടാൻ പറ്റുമെങ്കിൽ തലയിടാൻ പറ്റുമെങ്കിൽ അതങ്ങനെ ഇട്ടേനെ. ഇതാവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിനക്ക് ഈ ഒളു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ചെറുപ്പക്കാരോട് ചോദിക്കണം. ഇന്നത്തെ ഒളുവെടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒളു എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാ ഇത് എടുക്കാൻ പറഞ്ഞു, നീ എന്തിനാ ഒളുവെടുക്കുന്നത്, ഒളുവെടുത്ത നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ ഒളു? എന്താ പണ്ട് 2 ചങ്ങാതിമാര് പള്ളി മഗ്‌രിബ് നിസ്കരിക്കാൻ പോവാം. രണ്ടുപേരും മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ഓടി ചെല്ലുമ്പോൾ ഉസ്താദ് അത്തഹിയ്യാത്തിലിരിക്കുക, അവസാനത്തെ അത്തഹിയ്യാത്തിൽ. അപ്പൊ ഒരുത്തൻ ഒളുവെടുക്കാൻ പോയി, ഒരുത്തൻ പള്ളിക്കകത്തും പോയി. നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഈ ഒളുവെടുക്കാൻ പോയവൻ ഈ പള്ളിക്കകത്ത് പോയവനോട് ചോദിച്ചു, അളിയ നിനക്ക് ജമാഅത്ത് കിട്ടിയോടാ? ഈ പള്ളിക്കകത്ത് പോയവൻ ചോദിച്ചു, മറ്റേവനോട് ചോദിച്ചോടാ നിനക്ക് ജമാഅത്ത് കിട്ടിയോ? അളിയ ഞാൻ ഒളുവൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങേര് സലാം വീട്ടി, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഇവൻ പറയാ, ഞാൻ ഒളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ നിസ്കാരവും പോയാലും എന്ന് പറഞ്ഞാൽ ഇവ ഒളു പോലും എടുത്തില്ല. ഇവ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ അടുപ്പൊക്കെ പിന്നെ വേറെ അല്ലേ. സഹോദര, ഒളു എന്തിനാ എടുക്കണം? എന്താ ഒളു? എന്താ ഒളുവെടുത്താൽ കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്കറിയോ? ഒളുവെടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയോ? മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി ഇറങ്ങി വന്നു. മുത്തുനബിയുടെ മുന്നിൽ ഒരു സിംഹാസനം കൊണ്ടുവന്നിട്ടു. അതിന്റെ മുകളിൽ കയറിയിരുന്നു. ചിറക് കൊണ്ട് ഭൂമിയിൽ അടിച്ചു. അവിടുന്ന് വെള്ളം പൊട്ടി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറഞ്ഞു, ഒളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ. എന്നിട്ട് കാണിച്ചു കൊടുത്തു. ഒളുവെടുക്ക് നബിയെ. ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഒളുവെടുത്തു കാണിച്ചു. എന്നിട്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, എങ്ങനാ ഒളുവെടുക്കേണ്ടതെന്ന് കണ്ടു പഠിച്ചോണം. മുത്തുനബി കാണിച്ചു കൊടുത്തു ഒളുവെടുക്കാൻ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞെന്തെന്നറിയോ? ഞാൻ ഒളുവെടുത്തതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളുവെടുത്ത അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യ ഒറ്റ ഒളു മതി സ്വർഗത്തിൽ പോകാൻ, ഒരുപാടൊന്നും വേണ്ട. നീ ഹൗലിന്റെ കരയിൽ നിന്നിട്ട് നീ ഒളുവെടുക്കുമ്പോ കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപം, വാ കഴുകുമ്പോ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പാപം, മുഖം കഴുകുമ്പോൾ, നിന്റെ കണ്ണ് കഴുകുമ്പോൾ, നിന്റെ ചെവി കഴുകുമ്പോൾ, നിന്റെ കാല് കഴുകുമ്പോ ഒറ്റ ഒളു കൊണ്ട് അള്ളാഹു നിന്നെ ഉമ്മ പ്രസവിച്ചതുപോലെ മാറ്റാ. എന്തിനാ ഒളുവെടുക്കണേ? ആരെ കാണാനാ? അള്ളാനെ കാണാനല്ലേ ഒളുവെടുക്കണേ? എന്താ മനസ്സിലാക്കാത്ത? നീ ഒളുവെടുക്കുന്നത് നിന്നെ പടച്ച റബ്ബിനെ കാണാൻ വേണ്ടിയാ നീ ഒളുവെടുക്കണേ. അതുകൊണ്ട് ഒളുവെടുക്കുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും ആ മഴത്ത വെള്ളത്തുള്ളിക്കകത്ത് നിന്നെ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ടാ നിന്നെ പള്ളിക്കകത്ത് കയറ്റുന്നേ, അള്ളാന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടു നിർത്തുന്നത്. സഹോദര, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒളുവെടുക്കുമ്പോ നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഓർമ്മ നിനക്ക് വേണം. ആ ഒളുവെടുക്കുന്ന സമയത്ത് ഈ ചിന്ത നിനക്ക് വേണം. ഞാൻ എന്നെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനാ, എന്നെ പടച്ച അള്ളാനെ കാണാനാ ഞാൻ ഒളുവെടുക്കുന്നേ. അപ്പൊ ഈ ഒളുവ് ശരിയായാൽ എന്റെ പാപങ്ങളാ കഴുകിക്കളയുന്നേ. ഈ ചിന്തയോടുകൂടി വേണം ഒളുവെടുക്കാൻ. ഈ ചിന്തയോടുകൂടി വേണം ഒളുവെടുക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോ ഒളുവെടുത്താലും സൂക്ഷ്മതയോടുകൂടി ഒളുവെടുക്കണേ. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ? ഹൗദിന്റെ കരയിൽ നിൽക്ക്. സമാധാനത്തോടുകൂടി ആരെങ്കിലും ഒളുവെടുക്കുന്നത് കണ്ടാൽ അവനിൽ ഈമാനുണ്ടെന്നാണ്, ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, മലക്കുകൾ സ്നേഹിക്കുന്ന ദുആ ചെയ്യുന്ന സ്വർഗ്ഗത്തിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്ന വിഭാഗമാകണോ? ഒളുവോടുകൂടി നടക്കണേ, ഒളുവോടുകൂടി ഉറങ്ങണേ. ഒളുവോടുകൂടി ഉറങ്ങുന്ന സമയത്ത് ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങാവോ? കാരണമെന്നറിയുമോ? മൻബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിദു സഅതൻ മിനൽ ലൈൽ ഇല്ലാ ഖാല മലകുൻ അല്ലാഹുമ്മഗ്ഫിർ ലി അബ്ദിക ഫുലാൻ.
ഒരാള് ഒളിവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. നീ ഉറങ്ങുമ്പോൾ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ, ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ. നീ ഉണരുന്നത് വരെ മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഒരു മലക്ക് നേരം വെളുക്കുന്നത് വരെ, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറങ്ങുമ്പോ ഒളിവെടുത്തിട്ട് കിടക്കണം, മരിക്കുമ്പോ ഒളിവെടുത്തിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുമ്പോഴും ഒളിവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. കൂടി മരിച്ചാൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. വിവിഐപിയുടെ മരണമാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ രണ്ട്, എപ്പോഴും നിന്നെ കൊണ്ട് കഴിയുന്ന സമയങ്ങൾ മുഴുവനും നീ ഒളിവോടുകൂടി നടക്ക്. രണ്ട്, ഒളിവോടുകൂടി കിടന്നുറങ്ങ്. മൂന്ന്, ഒളിവോടുകൂടി മരിക്കാൻ ആഗ്രഹിക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മൂന്നാമത്തെ വിഭാഗമാരാ, ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ സ്വലാത്ത് കൊണ്ട്, ഈ സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ തമ്പുരാനെ. മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരൊറ്റ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രവാചകൻ ചിരിക്കുന്നത് കണ്ടപ്പോ അടുത്ത് കിടന്ന ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കുന്നേ? എന്തിനാ നബിയെ ചിരിക്കുന്നേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മുത്തുനബി അവിടുന്ന് പറഞ്ഞു, മുത്തുനബി അവിടുന്ന് പറഞ്ഞു, റഅയ്തു ഫിൽ ജന്നതി ബാരിഹ വസമിഅ സൗത ഖാരിഅ. റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കാനുള്ള കാരണം മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ സ്വർഗ്ഗം കണ്ടു, ഞാൻ സ്വർഗ്ഗം കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ സ്വർഗ്ഗം കണ്ടു. ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആരോ ഖുർആൻ ഓതുന്നുണ്ട്. അള്ളാന്റെ റസൂലിന് അത്ഭുതമായി, ആരാ അല്ലാ സ്വർഗ്ഗത്തിരുന്ന് ഖുർആൻ ഓതാ? സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നവൻ ആരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോ മലക്കുകൾ വിളിച്ചു പറയുന്നു, നബിയേ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ. മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി, എന്റെ സ്വഹാബിയോ, എന്റെ ഹാരിസയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ ഹാരിസാണ്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാവർക്കും അറിയാ നബിയെ. കാരണം എന്തെന്നറിയുമോ? നാളെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരന് മലക്കുകൾ പരിചയപ്പെടാനുള്ള കാരണം ഈ ചെറുപ്പക്കാരന് നാളെ അള്ളാഹു സ്വർഗ്ഗത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കും. അതുകൊണ്ടാണെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു കൊട്ടാരം. രണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. ഈ രണ്ട് പ്രതിഫലം വേണമെന്നുള്ളവർ കൈവക്ക്, ഞാൻ പറയും പോകും ഇൻഷാ അല്ലാഹ്. വേണ്ടവര് മാത്രം പൊക്കിയാൽ മതി.
പൊക്കഴി നോക്കട്ടെ. ഉസ്താദെ, സ്വർഗത്തിൽ ഒരു കൊട്ടാരവും വേണം, സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും വേണം. എന്നെ പടച്ച റബ്ബിന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണവും വാങ്ങിച്ചു കഴിക്കണം. ആഗ്രഹണ്ട കൈവക്കിക്ക്. ഒന്ന് എഴുന്നേറ്റ് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ്. കൈയൊന്നും പൊക്കണ്ട, എഴുന്നേറ്റാ മതി. സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ ഉണ്ട്. ആ പൊക്ക് വലിച്ചല്ല. എഴുന്നേക്ക്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എഴുന്നേക്ക്, നിക്കിപ്പാ. 2 മിനിറ്റ് നിക്ക്. എഴുന്നേറ്റ് രണ്ടുപേരും എഴുന്നേറ്റ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കല്ലേ, നിക്ക്. 2 മിനിറ്റ് നിക്ക്. നിങ്ങളുടെ വീട്ടിൽ വാപ്പയോ ഉമ്മയോ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ആരെങ്കിലും വാപ്പായും ഉമ്മായി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവർ കൈവക്കും. മനുഷ്യൻ എന്തിനാ പേടിക്കണം? അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്തതാ. എന്തിനാ ഈ 2 പ്രതിഫലം അല്ലാഹു കൊടുത്തത്? എന്തിനാ? മാതാപിതാക്കളെ സ്നേഹിച്ചതിന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്കും കിട്ടുമോ? കാരണം എന്റെ വാപ്പാനും ഉമ്മാനും എനിക്ക് ഇഷ്ടമാ, എന്റെ മാതാപിതാക്കളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, അല്ലാഹു ഈ 2 പ്രതിഫലം ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള കാരണം 3 നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു. നമുക്കില്ലാതെ പോയ, ഈ കൈവക്കിയ മക്കൾക്കില്ലാതെ പോയ 3 നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു. ഈ 3 ഗുണം നമുക്കുണ്ടോ? നമുക്കും അല്ലാഹു ഈ പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്കുണ്ടോ നോക്കിയാൽ മതി. ഈ പറയുന്ന നല്ല 3 ഗുണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണങ്ങൾ എന്താണ്? മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുള്ളവരാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നും നമ്മൾ കൊതിക്കുന്നവരാണ്. ഇന്നും നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയുമോ? കാന യുതഇമുഹാ ബിയദിഹി, കാന യുതഇമുഹാ ബിയദിഹി. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് അങ്ങോട്ട് ഉമ്മയ്ക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വഹാബിക്കുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തേ? ഉമ്മായിക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാനുള്ള കൊതി കൊണ്ടാ ഒന്ന് കൈവക്കിക്കും. എന്താ പേടിക്കണത്? ജീവിതത്തിൽ ഒരിക്കൽ, ഈ ദിവസം വരെ ഒരിക്കലെങ്കിലും ഉമ്മായിക്കും വാപ്പായിക്കും ഒരു വെട്ടമെങ്കിലും ഒന്ന് ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടാ? കൈവക്കുപ്പ, കാണട്ടുപ്പ. എവിടെ പോയി കയ്യൊക്കെ? എവിടെ പോയി കയ്യൊക്കെ? അള്ളാന്റെ സ്വർഗത്തില് കൊട്ടാരം നിനക്ക് ഓസിന് കിട്ടുമെന്ന് വിചാരിച്ചോ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം, പൊരിച്ച മീൻ, പൊരിച്ച മീനിന്റെ കരള് നിനക്ക് ഓസിന് അള്ള തരുമെന്ന് കരുതിയോ? പെറ്റ തള്ളക്ക് നീ ഒന്ന് ആലോചിക്ക്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ ഉമ്മ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, ആ പാപത്തിന്റെ വായിൽ ഒരു വെട്ടം പോലും നിന്റെ ഈ ആയുസ്സിൽ നിനക്ക് അല്ലാഹുവേ ഒരു ഉരുള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ജീവിക്കണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊന്ന് ചിന്തിക്കില്ലേ? എവിടെ ഈ കിളവനും കിളവിക്ക് നീ കോടി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ അല്ലേ? ഇവർക്ക് ഇനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എവിടെ സമയം? പെറ്റ തള്ളയെയും ഉമ്മയെയും വാപ്പയെയും നോക്കാൻ തന്നെ സമയമില്ല, തിരിഞ്ഞു നോക്കാൻ സമയമില്ല, ഭക്ഷണം കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദ് കണ്ണിന് കാഴ്ച കുറയുന്ന ഉസ്താദില്ലേ? കണ്ണിന് കാഴ്ച. എടാ ചങ്ങാതി, നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു വേണോ? ഹോസ്പിറ്റലല്ല പോണ്ടേത്, വീട്ടിൽ ചെന്നിട്ട് ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഉമ്മാടെ മുഖത്ത് പോയി നോക്കിയിരിക്ക്, പെറ്റതള്ളയുടെ മുഖത്ത് നോക്കിയിരിക്ക്. കണ്ണിന്റെ കാഴ്ച പോകൂല. ഇബാദത്തിന്റെ കൂലിയാ ഉമ്മാടെ മുഖത്ത് നോക്കുന്നത്. ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്നത്, ഉമ്മയുടെ 2 കവിളുകൾക്കിടയിൽ, ഉമ്മയുടെ 2 കണ്ണുകൾക്കിടയിൽ ഉമ്മ വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്തേ നിനക്ക് പറ്റാതെ, എന്തേ നിനക്ക് സാധിക്കാതെ പോയി? ഉമ്മയുടെ വായിലേക്ക് ഊരുള്ള ഭക്ഷണം വാരി വെക്കാൻ നിനക്ക് സമയമില്ലാതെ പോയി. എന്റെ പെങ്ങന്മാർക്ക് സമയമില്ലാതെ പോയി. അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. ആ ഉമ്മാടെ കാഴ്ചവെട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ആ ഉമ്മാടെ കാഴ്ചവെട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ഉപ്പ അല്ലേ സ്വർഗത്തിന്റെ മധ്യ കവാടം. നീ എങ്ങനെ രക്ഷപ്പെടും? ഉമ്മയുടെ കാഴ്ചവെട്ടിൽ സ്വർഗം, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇന്നെങ്കിലും വീട്ടിൽ പോയിട്ട് നാളെയെങ്കിലും എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരൽപ്പം ഭക്ഷണം വാരി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കോ? വാരി കൊടുക്കോ? നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അതിനും മനസ്സില്ല. നീ പൊക്കണ്ട. നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ. നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെ. നിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ കയ്യും കെട്ടി. അവര് മരിക്കാൻ കിടക്കുമ്പോ വെള്ളം പോലും ഒഴിച്ചു തരാൻ ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് കാന യുത്ഇമുഹാ ബിയദിഹി, ആ സ്വഹാബി തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. രണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ആയിഷ, ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ ആ ചെറുപ്പക്കാരന്റെ ശബ്ദം ഉയരാറില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചേ എന്ന് പറയുന്ന വാക്ക് പോലും പറയരുത്. ഇന്ന് ചേന്നല്ല വിളിക്കണേ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത്. ആരോട്? മാതാപിതാക്കളോട്. എന്നാ നമ്മൾ ഇന്ന് വിളിക്കണ വിളിയോ? അള്ളാഹുവേ, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന കിളവി, അടങ്ങി ഒതുങ്ങി ഇവിടെ കാണാൻ കടന്നോണം എന്ന് വരെ ഉമ്മായെ പറയാ, വാപ്പാനെ പറയാ. മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുടെ കാലമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ ഒരു കാരണവശാലും നിന്റെ ശബ്ദം ഉയരരുത്. നീ എത്ര വളർന്നാലും, നീ എത്ര കൊലകൊമ്പനായാലും നിന്റെ ഉപ്പാനെ ഉമ്മാനെ നിയന്ത്രിക്കാൻ നീ ആയിട്ടില്ല. നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും, ഇടയ്ക്കൊന്ന് തോന്നും, ഉമ്മാനെ ഒന്ന് ഭരിച്ചാ കൊള്ളാം, വാപ്പാനെ ഒന്ന് ഭരിച്ചാ കൊള്ളാം. നീ വളർന്നിട്ടില്ല ട്ടാ. നിനക്ക് ഭരിക്കണമെങ്കിൽ നിന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളെ പോയി ഭരിക്കും. വയലു പറയണമെങ്കിൽ അവിടെ പോയി പറ. ഇനി നിനക്ക് അത് മതിയാവുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മുന്നിൽ പോയി വയലു പറ. ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്. ഉയർന്നു പോയാൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരന്റെ ശബ്ദം തന്റെ ഉമ്മയുടെ മുന്നിൽ ഉയരില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3ാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോ പുറകെ പോകും. തല്ലാനല്ലട്ടാ, അല്ലാനല്ല. ഉമ്മാനെ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്നവരുടെ പുറകെ ഇറങ്ങിപ്പോകും. പോയിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞു? എന്റെ ഉമ്മയ്ക്ക് വല്ല കുറവുമുണ്ടോ? എന്റെ വീട്ടിൽ എന്റെ ഉമ്മയ്ക്ക് വല്ല പരാതിയും കുറവുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്കൊന്ന് ചെയ്തു കൊടുക്കാനാ. ഉമ്മ എന്നോടൊന്നും പറയാറില്ല. ഇന്നത്തെ മക്കളാണെങ്കിൽ വീട്ടിൽ വന്ന ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാ പോയി ഉമ്മാടെയും അപ്പാടെയും കാര്യം. ആ സഹാബി അങ്ങനല്ല. ഉമ്മ വല്ലോം പറഞ്ഞു എന്ന് ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മായെ കാണാൻ വരുന്നവരുടെ പുറകിലൊന്നും പോകണ്ട. അവര് ചോദിക്കുന്ന സാധനമെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. നീ വീട്ടിൽ ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയുന്ന, മോനെ പ്രഷറിന്റെ ഗുളിക ഒന്ന് വാങ്ങിത്തരണം കേട്ടോടാ. ഉടനെ ചോദിക്കുന്നത്, ഉമ്മ നിങ്ങളിപ്പോ ചോറിന് പകരം ഗുളികയാണോ കഴിക്കുന്നത്? അതാ ചോദിക്കണേ. 150 രൂപയുടെ ഗുളികയ്ക്ക് പോലും കണക്ക് പറയുന്ന മക്കളുടെ കാലമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചാൽ ഒരു രക്ഷയുമില്ല.
ദുനിയാവും പോയി, ആഖിറവും പോയി. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവനാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവനാണെങ്കിലും, ഖുർആൻ പഠിച്ചവനാണെങ്കിലും, ആലിമീങ്ങളാണെങ്കിലും, പ്രഭാഷകനാണെങ്കിലും, ആരാണെങ്കിലും ഉമ്മായും വാപ്പായും വേദനിപ്പിച്ചിട്ടുണ്ടോ നിനക്ക് അല്ലാഹു നല്ല മരണം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാരണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഒരുപാട് വേദനിപ്പിച്ചു. മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല മഹാനവറുകൾ നോക്കുമ്പോ 4 പേരൊരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോവാ. 4 ആൾക്കാർ ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നു. മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആ 4 പേരുടെ കൂടെ 5-ാമനായിട്ട് മഹാനവറുകളും പോയി. അവസാനം മയ്യത്ത് കൊണ്ട് കബറടക്കി. 5 പേരാണ് കൊണ്ട് കബറടക്കിയത്. കബറടക്കി കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തേ ആരുമില്ലേ ഈ ചെറുപ്പക്കാരൻ? ആരുമില്ലേ? അപ്പൊ പറഞ്ഞു, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മ ഞങ്ങളെ പൈസ എന്നിട്ടാ പറഞ്ഞു വിട്ടെ കൊണ്ട് നടക്കാൻ. അല്ലാഹുവേ, മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വേദനയായി ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോ ഒരു പ്രായം ചെന്ന ഉമ്മ ഇരിക്കുന്നു. ആ ഉമ്മയോട് ചോദിക്കുമ്പോ പറഞ്ഞു, അല്ലാഹുവേ അവിടുന്ന് പറഞ്ഞു, തങ്ങളെ എന്റെ മോനാ, എന്റെ മോനാ, എന്റെ മോനാ. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു വളർത്തി. പക്ഷെ അവൻ കള്ളുകുടിയനായിരുന്നു. എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, എന്നെ ഒരുപാട് വേദനിപ്പിക്കുമായിരുന്നു, എന്നെ തല്ലുമായിരുന്നു, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനാ. പക്ഷെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു രോഗം കൊടുത്തു. അല്ലാഹു ഒരു രോഗം കൊടുത്തു. കിടപ്പി കിടന്ന മലമൂത്ര വിസർജനം നടത്തിയ എന്റെ പൊന്നുമോൻ അല്ലാഹു അവന് രോഗം കൊടുത്തു. കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ. എന്റെ പൊന്നുമോൻ അല്ലാഹുവേ കടന്ന് ദുരിതം അനുഭവിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. തങ്ങളെ എന്റെ മോനല്ലേ. അതാ ഉമ്മ ഗർഭിണിയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത്തിരി പ്രശ്നമാ. ഈ കുഞ്ഞ് പ്രസവിച്ചാൽ ഉമ്മയ്ക്ക് തന്നെ മരണം വരെ സംഭവിക്കാൻ കാരണമാ. ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ പെണ്ണെ നീ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ഉമ്മ ചോദിച്ചത്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ. അതാ മനസ്സിലാക്കണ്ടേ. അതാ ഉമ്മ തന്റെ പൊന്നാര മകൻ കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ കിടന്ന് നരകിക്കുന്നത് കണ്ടപ്പോ ഈ ഉമ്മ തന്നെ തന്റെ പൊന്നുമോനെ കുളിപ്പിച്ചു. അവന്റെ മൂത്രം കഴുകി, അവന്റെ കാഷ്ടം കഴുകി, അവന് ഭക്ഷണം വാരി കൊടുക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഇയാസ് തങ്ങൾ പറയുന്നു, ആ ചെറുപ്പക്കാരൻ മിണ്ടാറില്ല, കരയില് മാത്രം. ഉമ്മയോട് ചെയ്തു പോയ ദ്രോഹമോർത്തിട്ട് കരച്ചല. അവസാനം മരണസമയം അടുത്തപ്പോ, തന്റെ സക്രാത്തിന്റെ സമയം അടുത്തപ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മാ, ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ മലക്കുകൾ വന്നിട്ട് എന്റെ റൂഹ് പിടിക്കുമ്പോ എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. എനിക്കത് പറയാൻ കഴിയില്ല ഉമ്മ, കാരണം ഞാൻ അത്രയ്ക്ക് ദ്രോഹം ചെയ്തവനാ. എന്റെ ഉമ്മയോട് ഞാൻ അത്രയ്ക്കും ദ്രോഹം ചെയ്തവനാ. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ ഉമ്മ തന്നെ ലക്കിനു അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവേ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞു തരണം. ഉമ്മ പറഞ്ഞു തന്നിട്ട് പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ല എങ്കിൽ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുമോ? ഉമ്മയുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് ചവിട്ടണം. ഉമ്മ നിങ്ങളുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് നിങ്ങൾ ചവിട്ടണം. എന്റെ മുഖത്ത് ചവിട്ടി മണ്ണിലേക്ക് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മുഖത്ത് ഉമ്മയുടെ കാലെടുത്ത് ചവിട്ടിയിട്ട് ഉമ്മ എനിക്ക് പറഞ്ഞു തരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മയുടെ കാൽ ചവിട്ടിലാ സ്വർഗം കിടക്കുന്ന എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തന്നിട്ടും എന്റെ പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, തന്റെ പൊന്നാര മകൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. മകന് പറയാൻ കഴിയുന്നില്ല. ഉമ്മ തന്റെ കാലെടുത്തു മകന്റെ മുഖത്ത് ചവിട്ടിയിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും പറയാൻ പറ്റുന്നില്ല. ആ ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ പൊന്നുമോന് ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നു തമ്പുരാനെ, എന്റെ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു തമ്പുരാനെ.
തമ്പുരാനെ, എന്റെ പൊന്നുമോന് നീയും പുറത്തു കൊടുക്കല്ല, എന്റെ പൊന്നുമോന് നല്ല മരണം കൊടുക്കല്ല എന്ന് അവസാനം ആ ഉമ്മ കരഞ്ഞു ദുആ ചെയ്തിട്ടാ എന്റെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നാവ് പൊങ്ങിയതെന്ന് കരഞ്ഞുകൊണ്ട് അബൂ ഇയാസ് തങ്ങളോട് ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുക്കുമ്പോ കളിയല്ല, നിസാരമല്ല, ഇത് നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വഹാബികൾ അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. നാവ് പൊങ്ങുന്നില്ല, പറയാൻ ആഗ്രഹമുണ്ട്, നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ സ്വഹാബികൾ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ ചോദിച്ച ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്. വിളിച്ചുകൊണ്ട് വാ സഹാബ, അൽഖമയുടെ ഉമ്മയെ കൊണ്ടുവാ സഹാബ. അൽഖമയുടെ ഉമ്മയെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പൊന്നുമോന് മരണത്തിന്റെ വേളയിലാണ്, നിങ്ങളാണ്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ്? അവിടെന്ന് പറഞ്ഞു, തങ്ങള് എന്റെ പൊന്നുമോന് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു, അവനും എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, അവൻ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ. നബിയെ, എന്നെക്കാളും സ്നേഹം അവൻ പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോ അവന്റെ ഭാര്യയോടാ. എന്റെ മനസ്സ് വേദനിച്ചു നബിയെ, എന്റെ മനസ്സ് വേദനിച്ചു നബിയെ. ഉമ്മാ, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താലേ അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റൂ. പൊരുത്തപ്പെടുവോ ഉമ്മ? ഇല്ല നബിയെ, ഇല്ല നബിയെ, ഞാൻ അവനെ അത്രയ്ക്കും സ്നേഹിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതാ, അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എത്ര പറഞ്ഞിട്ട് ഉമ്മ പൊരുത്തം കൊടുക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞു കത്തിച്ചു കളയാൻ. അൽഖമയുടെ മയ്യത്ത് അൽഖമയെ കത്തിക്കാൻ പറഞ്ഞപ്പോ തന്റെ പൊന്നുമകനെ കത്തിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി ഉമ്മ പറഞ്ഞു, വേണ്ട നബിയെ, എത്ര ദോഹം ചെയ്താലും അവൻ എന്റെ മകനല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. അപ്പൊ സമയത്താണ് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങിയത് എന്ന് ചരിത്രം പറയും.